അറസ്റ്റിൽ ഏറെ വലിയ നാടകീയ രംഗങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ്. 2 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യൽ. നേരത്തെ ഇഡിയുടെ സമൻസിനനുസരിച്ച് കെജ്രിവാൾ ഹാജരായിരുന്നില്ല. വീണ്ടും നോട്ടീസ് തരാൻ വന്നതായിരിക്കാം എന്ന് കരുതിയായിരുന്നു AP പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അരുൺ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. ദില്ലിയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എന്താണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? എപ്പോഴാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുക? തലസ്ഥാനത്തെ സ്ഥിതി എന്താണ്? അത്യന്തം അസാധാരണമായ നടപടികളിലൂടെയാണ് തലസ്ഥാന നഗരം കടന്നുപോകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡിയുടെ അറസ്റ്റിലായിരിക്കുന്നു. ഡൽഹിയിൽ പുറത്ത് വലിയ തോതിൽ ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ. പക്ഷേ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഡൽഹിയിൽ കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച ആം ആദ്മി പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ആം ആദ്മി പ്രവർത്തകരുടെ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. നാളെയോടുകൂടി വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ആം ആദ്മി പ്രവർത്തകരുടെ തീരുമാനം. മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളടക്കം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഉന്നയിക്കുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഉന്നയിക്കുമെന്നത് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏത് തരത്തിലാവും, യോജിച്ചാണോ അതോ പ്രത്യേകമായിട്ടാണോ ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് പോവുക എന്നുള്ളത് വ്യക്തമല്ല. ഇതോടൊപ്പം തന്നെ ഒരു നിയമ പോരാട്ടത്തിന് കൂടി ആം ആദ്മി പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയെ ഇന്ന് രാത്രി തന്നെ ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട്, കാരണം ഒരു നാടിന്റെ മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതും സന്ധ്യയോടുകൂടിയാണ് ഇത്തരം ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അത്യസാധാരണമായ നടപടിയാണ്. ഈ നടപടിയിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ. സുപ്രീം കോടതി ഏത് തരത്തിലാണ് ഈ കേസ് എടുക്കുക? അസാധാരണമായ സാഹചര്യങ്ങളിൽ രാത്രിയായാലും സുപ്രീം കോടതി ഇപ്പോൾ ഓൺലൈൻ സംവിധാനമൊക്കെ ഉണ്ട്, ഇത്തരം കേസുകൾ പരിഗണിക്കാറുണ്ട്. അങ്ങനെ പരിഗണിച്ച പതിവ് പല ഘട്ടങ്ങളിലുമുണ്ട്. അർദ്ധരാത്രിയിലടക്കം കേസ് പരിഗണിച്ച പതിവും സുപ്രീം കോടതിക്കുണ്ട്. അങ്ങനെ കേസ് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഏത് തരത്തിലായിരുന്നു കോടതിയുടെ നിലപാടുകൾ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു കോടതി ഇതിനോട്, അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യങ്ങളോട്, ഇല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രീതികൾ കോടതിയുടേത് എങ്ങനെയായിരുന്നു? അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും പോവുക? തന്നെ കോടതിയിൽ എങ്ങനെയാവും? സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഈ കേസിന്റെ മെറിറ്റിലേക്കോ അല്ലെങ്കിൽ കേസിന്റെ മറ്റു വിഷയങ്ങളിലേക്കോ ആയിരിക്കില്ല ഇത്തരമൊരു ഘട്ടത്തിൽ പോവുക. ഇത്തരമൊരു ഘട്ടത്തിൽ കേസിൽ കെജ്രിവാളിനെ ഇങ്ങനെ ഇഡി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള വിഷയം മാത്രമാവും പ്രധാനമായും പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ച് സുപ്രീം കോടതിയെ സംബന്ധിച്ച് അത് എന്ത് തീരുമാനം എടുക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു മുൻവിധി പറയാൻ കഴിയില്ല. അത് കോടതിയുടെ തീരുമാനമാണ്. പക്ഷേ കോടതി ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അറസ്റ്റിലാക്കി നിർത്തേണ്ട അവസ്ഥയുണ്ടോ? അദ്ദേഹം പുറത്തുപോയാൽ ഏതെങ്കിലും കേസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരം വിഷയങ്ങൾ മാത്രമാവും കോടതിയുടെ പരിഗണനയിൽ വരിക. അല്ലെങ്കിൽ ഈ സ്വാഭാവികമായും കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ നൽകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഉറപ്പുകൾ പരിഗണിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടാനുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും അത്തരം ഒരു നിയമ നടപടി കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഡൽഹിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. AP പാർട്ടി പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് നിൽക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇന്ത്യ മുന്നണി എന്നൊരു വലിയ സഖ്യം രൂപീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്നത്. എങ്ങനെയാണ് പ്രതിഷേധം നടക്കുന്നത്? ധന്യ, ഇപ്പോൾ തന്നെ ഡൽഹിയിൽ അതിശക്തമായ പ്രതിഷേധമാണ്. നമുക്കറിയാം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റു പാർട്ടികളെ പോലെ കൃത്യമായ പാർട്ടി സംവിധാനമോ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിന്റെ ഒരു ശക്തമായ രീതി ഒന്നുമുള്ള പാർട്ടിയല്ല. അവർ അരവിന്ദ് കെജ്രിവാളിന്റെ നയങ്ങളെ അനുകൂലിക്കുന്ന പ്രധാനമായും അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തന്നെയാണ് അന്നു മുതൽ, തുടക്കകാലം മുതൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാളിനുള്ളത്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്കാണോ സ്ഥിരമായി വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കാരാണോ എന്നൊക്കെ ചോദിച്ചാൽ അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. നിയമസഭയിലേക്ക് വരുമ്പോൾ ആദ്യ തവണ 67 സീറ്റുകൾക്കും കഴിഞ്ഞ തവണ 70-ലാണെന്ന് ആലോചിക്കണം. 70-ൽ 63 സീറ്റും നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലേറിയത്. പക്ഷേ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും, കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഡൽഹിയിലെ 7 സീറ്റിൽ ലഭിച്ചത് BJPക്ക് തന്നെയാണ്. ലോക്സഭയിലേക്ക് BJP വോട്ട് ചെയ്യുമ്പോഴും ഞങ്ങളുടെ സംസ്ഥാനം ഭരിക്കേണ്ടത് ആം ആദ്മി പാർട്ടിയാണ്, അരവിന്ദ് കെജ്രിവാളാണ് എന്നുള്ള ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഡൽഹിയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കുമുണ്ട്. അതുകൊണ്ടാണ് നിയമസഭയിലേക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തെ മുൻനിർത്തിയുള്ള പാർട്ടിയെ തന്നെ തെരഞ്ഞെടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ പിന്തുണ ഡൽഹിയിലാകമാനം ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനുമുണ്ട്. മനീഷ് സിസോദിയ സമാനമായ രീതിയിലേക്ക് അറസ്റ്റിലായിരുന്നു. പക്ഷേ സിസോദിയെ പോലെയല്ല, കെജ്രിവാൾ എന്ന് പറയുന്നത്, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും രൂപം എന്ന് പറയുന്നത് കെജ്രിവാൾ തന്നെയാണ്. കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ വൈകാരികമായി തന്നെ ഡൽഹിയിലെ ജനത
ാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു പ്രതിഷേധത്തിന്റെ സൂചനകളാണ് ഇപ്പോൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടുവരുന്നത്. പക്ഷേ ഇതിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ തോതിൽ ഡൽഹി പോലീസിന്റെ പൂർണ്ണമായ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് എന്തായാലും കേന്ദ്ര സർക്കാരും നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവണം. ആ തരത്തിലേക്കുള്ള മുൻകരുതലുകൾ ഡൽഹിയിൽ ആകമാനം പ്രതിഷേധം ഉയരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ED അറസ്റ്റ് ചെയ്തതിനു ശേഷം കെജ്രിവാളിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. വലിയ പ്രതിഷേധമാണ് ഡൽഹിയിലെങ്ങും ഉയർന്നിരിക്കുന്നത്. AP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു, BJP ആസ്ഥാനത്തിന് മുമ്പിൽ പ്രതിഷേധിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഡൽഹിയിൽ നടക്കുന്നത്. MG മിഥുൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷം മുമ്പ് കേസ് ആരംഭിക്കുന്നു. അത് മുതൽ AP നേതാക്കളുടെയും മന്ത്രിമാരുടെയും കെജ്രിവാളിന്റെയും ഉൾപ്പെടെ ഓഫീസിലും വസതികളുമായി റെയ്ഡ് നടത്തുന്നു. പലതവണ റെയ്ഡ് നടത്തുന്നു. അവസാനം ഒരു മുഖ്യമന്ത്രി രാജ്യത്ത് ആദ്യമായിട്ട് അറസ്റ്റിലാകുന്നത് വരെ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസ് എത്തിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു ആ കേസിന്റെ നാൾവഴി? 2021 നവംബർ 17 ഈ മദ്യനയം നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദഗ്ധ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. അതിലാണ് പിന്നീട് വിവാദമാവുകയും ചെയ്യുന്നത്. ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. ലഫ്റ്റനന്റ് ഗവർണർ കൂടിയായിട്ടുള്ള ലഫ്റ്റനന്റ് ഗവർണറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം പ്രധാനമായും ആദ്യം ഉന്നയിക്കുന്നത്. തുടർന്ന് അവിടെ ചീഫ് സെക്രട്ടറി തലത്തിൽ ഒരു അന്വേഷണം പുരോഗമിക്കുന്നു. ഏകദേശം 2 മാസത്തോളം ഈ അന്വേഷണത്തിന് ശേഷം കൃത്യമായി കണ്ടെത്തുന്നു ഇതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതായത് എന്താണ് മദ്യനയം എന്ന് നോക്കുമ്പോൾ, അതായത് വിദഗ്ധ സമിതി ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മദ്യനയം നടപ്പാക്കുന്നത്. മദ്യവിൽപ്പന രംഗത്ത് നിന്ന് സർക്കാർ പിന്മാറുന്നതായിരുന്നു ഈ ഒരു പുതിയ നയമായി അവർ കണക്കാക്കിയിരുന്നത്. ഇതിലൂടെ ഏകദേശം 9,500 കോടിയിലധികം രൂപ ഖജനാവിന് ലാഭം വരുമെന്നായിരുന്നു അന്ന് സർക്കാർ പറയുകയും ചെയ്തത്. അതിൽ കൃത്യമായി മദ്യ വ്യവസായികൾക്ക് വേണ്ടി മറ്റ് കരാറുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മദ്യ വ്യവസായികൾക്ക് കൂടുതൽ രാജാക്കന്മാരാകുന്നതിന് വേണ്ടി, കൂടുതൽ പണം ലഭ്യമാക്കുന്നതിന് വേണ്ടി അതിൽ അഴിമതി കൃത്യമായി നടത്തുകയും ഒപ്പം തന്നെ മനീഷ് സിസോദിയ അടക്കമുള്ള പ്രധാനപ്പെട്ട ആം ആദ്മി നേതാക്കൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു ആദ്യം പുറത്തു വരികയും ചെയ്തത്. പക്ഷേ ആ
ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഏകദേശം 3000-ലധികം പേജിലുള്ള കുറ്റപത്രമായിരുന്നു ആദ്യം സമർപ്പിച്ചത്. പക്ഷേ അതിൽ മനീഷ് സിസോദിയുടെ പേര് ആദ്യം ഉൾപ്പെടുത്തിയിരുന്നില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ 7 പ്രതികളെയായിരുന്നു ഈ ഒരു അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്, ആദ്യം പ്രതി ചേർക്കപ്പെടുകയും ചെയ്തത്. പിന്നീട് ഈ കേസിൽ CBI രംഗത്ത് വരുന്നു, CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ കൃത്യമായി അവർ കണ്ടെത്തുന്നു, അതായത് 4.5 കോടിയോളം രൂപ അതായത് കൈക്കൂലിയായി വാങ്ങിയെന്ന് CBI കണ്ടെത്തുന്നു. അതായത് മലയാളിയായിട്ടുള്ള 2 പേർ, അതായത് വിജയ് നായർ, അരുൺ രാമേന്ദ്രപിള്ള എന്നിവരും കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് കൃത്യമായി കോഴകൾ, അതായത് ഈ പണം വാങ്ങി, അതായത് അഴിമതി തുക വാങ്ങി എന്നുള്ള ഒരു കണ്ടെത്തൽ CBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതാണ് നമ്മൾ പിന്നീട് അറിയുന്നത്. പിന്നീട് മനീഷ് സിസോദിയെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് CBI കുറ്റപത്രം സമർപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നു. 2023 ഫെബ്രുവരി 26-ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് CBI അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.